സ്വർണ്ണക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി തിരുവനന്തപുരത്ത് പിടിയിലായി. എസ്.എഫ്.ഐ നേതാവ് ആദർശിനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസ് സംഘമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. വിഷ്ണു കരുണാകരൻ ചേരുന്നു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി എവിടെ 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 എന്നുള്ള ചോദ്യം പല ഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് വലിയ വിമർശനശരമായിട്ട് മാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ പിടികൂടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വർണം പൊട്ടിക്കലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടികൂടിയിട്ടുള്ളത്. കഴക്കൂട്ടം പോലീസാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. കഴക്കൂട്ടത്തെ ഒരു വീട്ടിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. വീട്ടിൽ ഒളിവിൽ കഴിയുന്ന രീതിയിലാണ് പോലീസ് കണ്ടെത്തിയത്. ഗുണ്ടാ പട്ടികയിൽപ്പെട്ട ആദർശ് എന്ന വ്യക്തിയിൽ നിന്നാണ് വ്യക്തിയുടെ വീട്ടിൽ നിന്നാണ് ഈ അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. കുളത്തൂരാണ് ശരിക്കും ഈ സ്ഥലം. കുളത്തൂര് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് റൌഡി ലിസ്റ്റിലുള്ള ആദർശിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയതാണ്. ആദർശിനെ കരുതൽ തടങ്കലിലാക്കാനായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ആ സമയത്താണ് വീട്ടിൽ അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. അർജുൻ ആയങ്കി ഉത്സവം കൂടാൻ എത്തിയത് എന്നാണ് പോലീസിന് നൽകിയ മറുപടി. എന്നാൽ ഇയാളെ കരുതൽ തടങ്കിൽ ഉൾപ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും മറ്റ് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഏതായാലും അർജുൻ ആയങ്കിയെ ഇപ്പോൾ കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അർജുൻ ആയങ്കിയുടെ ഈ ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണോ? അതിൽ പലരും മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫയൽ വിഷനിലാണോ ഉപയോഗിച്ചതെന്ന് പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും. എനിക്കും അങ്ങനെ തോന്നുന്നതുകൊണ്ട് തത്സമയം ചോദിക്കുന്നുവെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിന്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല. പോലീസിൽ നിന്ന് വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ വിവിധ കേസുകളിലായി തന്നെ നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ നിരവധി ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി കേസുകളിൽ അതായത് സ്വർണം പൊട്ടിക്കലടക്കം സ്വർണ്ണക്കടത്തടക്കം നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസ് മറ്റൊരു പരിശോധനയിൽ ഇയാളെ കണ്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. ചില പ്രേക്ഷകരെങ്കിലും സ്വർണം പൊട്ടിക്കൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ സ്വർണ്ണമാല മോഷ്ടിക്കുക സ്ത്രീകളുടെ കഴുത്തിൽ നിന്ന് അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചേക്കും. സ്വർണ്ണ പൊട്ടിക്കലിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? തീർച്ചയായിട്ടും മനീഷ്, ഈ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സ്വർണം പൊട്ടിക്കൽ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വരുന്ന സംഘങ്ങളിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണം, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പൂർണ്ണമായും ഉൾപ്പെടുന്നുണ്ട്. സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ്. അതോടൊപ്പം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അടക്കം ഇതിലുണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തിലെല്ലാം പ്രതിയായ ആളാണ് ഈ അർജുൻ ആയങ്കി. അതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകൾ, സ്വർണം പൊട്ടിക്കൽ മാത്രമല്ല സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകളിൽ അർജുൻ ആയങ്കി പ്രതിയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്തടക്കം നിരവധി കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു.